ഉയർത്തുകയാണ്. പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗുഫിർലി ആയിഷ, അല്ലാഹുവേ എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. എന്റെ ആയിഷ അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, എന്റെ ആയിഷ തന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവിടുന്ന് ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. ആയിഷ ബീബി കിടന്ന് ചിരിക്കുകയാണ്. പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വല്ലഹിക്കത്ത് ആയിഷ ഹത്താ സഖത റഅസുഹാ ഫീ ഹിജ്രിഹാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ മുത്തുനബിയുടെ മടിത്തട്ടിൽ കിടന്ന് ചിരിക്കുകയാണ്. ചിരിച്ച് ചിരിച്ച് പ്രവാചകന്റെ മടിയിൽ വെച്ചിരുന്ന തലയുണ്ടല്ലോ, അത് താഴേക്ക് വീണു പോവുകയാണ്. അതുപോലെ കിടന്ന് ചിരിക്കുകയാണ്. ആ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സന്തോഷം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ നിനക്കൊരുപാട് സന്തോഷമായോ ആയിഷ? നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? എന്തിനാണ് ആയിഷ നീ ഇതുപോലെ ചിരിക്കുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും നബിയേ? ഞാൻ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുന്നത്? അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ, അങ്ങാണല്ലോ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചകൻ, അങ്ങാണല്ലോ അല്ലാഹുവിന്റെ സ്വർഗം തുറക്കുന്നത്, അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ, അതിന്റെ സന്തോഷം കാരണമാണ് ഞാൻ ചിരിക്കുന്നത്. അങ്ങക്ക് എന്നോട് വല്ലാത്ത ഇഷ്ടമാണല്ലോ, എനിക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്തല്ലോ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ ഫവല്ലാഹി ഇന്നഹാ ലദഅഉതു ലി ഉമ്മത്തി ഫീ കുല്ലി സലാ. മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, നിനക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ദുആ ചെയ്യാറ്, നിനക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ദുആ ചെയ്യാറ്. ഈ ലോകത്ത് കടന്നു വരുന്ന അവസാനത്തെ മുസ്ലിം ഉണ്ടല്ലോ, ഈ ലോകത്ത് കടന്നു വരുന്ന അവസാനത്തെ മുസ്ലിം ഉണ്ടല്ലോ, ആ മനുഷ്യന് വേണ്ടിയും ഞാൻ ദുആ ചെയ്യും ആയിഷ. ഇന്ന് ഈ വഅദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നമ്മളുണ്ടല്ലോ, നമ്മളിലെ ഓരോരുത്തർക്കും വേണ്ടി 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 വഖത്ത് നമസ്കാരം കഴിയുമ്പോ അല്ലാഹുവിന്റെ മുന്നിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് മുത്തുനബി ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, എനിക്കും നിങ്ങൾക്കും വേണ്ടി 1400 കൊല്ലം മുമ്പേ മുത്തുനബി ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോ, ആ പ്രവാചകന് നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, നമ്മളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. നമ്മൾ ജനിച്ചിട്ടില്ല, നമ്മൾ അല്ലാഹുവേ മുത്തുനബി നമ്മളെ കണ്ടിട്ടില്ലെങ്കിലും പ്രവാചകന് നമ്മളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോഴും മുത്തുനബി നമുക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. ആ പ്രവാചകൻ നമ്മളോട് കാണിച്ച സ്നേഹമതായിരുന്നു. പക്ഷേ ആ സ്നേഹത്തിന്റെ 4/1 തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ പ്രവാചകൻ നമ്മളോട് കാണിച്ച സ്നേഹത്തിന്റെ 4/1 അംശമെങ്കിലും തിരിച്ച് നമുക്ക് അങ്ങോട്ടുണ്ടോ? അങ്ങനെ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളിൽ അധികം പേരും പടച്ചവനെ നബിയോടുള്ള മഹബ്ബത്താ, അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹമാണ്. എപ്പോഴാണ് സ്നേഹം വരുന്നതെന്നറിയുമോ? പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വന്നു കഴിഞ്ഞാ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങുകയാ. എവിടെ നോക്കിയാലും പച്ചത്തോരണങ്ങളാണ്. പടച്ചവനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് നമ്മൾ വല്ലാത്ത സ്നേഹമുള്ളവരുണ്ട്. അവരെപ്പോഴല്ലാഹുവിനോട് ദുആ ചെയ്താലും ചോദിക്കാൻ മറക്കാത്ത ഒരു കാര്യമുണ്ട് നാഥാ, മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനെ ഒന്ന് സ്വപ്നത്തിലാണ്, ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ ഭാഗ്യം തരണേ അല്ലാഹ്.
അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നവരുമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അതാണ്. പ്രവാചകനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അതാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ ജീവനോട് നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് അള്ളാഹു ഒരു വലിയ ഭാഗ്യം തരുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിലെ ജീവിതത്തിന്റെ വില എന്തെന്ന് ചോദിച്ചാൽ, ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ വില എന്തെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാണെന്ന് ചോദിച്ചാൽ മുത്തുനബി പോലും പറഞ്ഞു തന്നത് 63 വയസ്സെന്നാണ്. കൂടിപ്പോയാൽ 100 വയസ്സ്. ഈ ദുനിയാവിലെ ജീവിതത്തിനൊരു അവസാനമുണ്ട്. പക്ഷേ ഒരിക്കലും തീരാത്ത ഒരു ജീവിതമാണ് സ്വർഗത്തിന്റെ ജീവിതം. അവിടെ അവസാനമില്ല, അവിടെ മരണമില്ല. പടച്ചവനെ, കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ ഞാനും നിങ്ങളും കടന്നു ചെല്ലുമ്പോ ആ സ്വർഗത്തിലെങ്കിലും നമുക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ കൂടണ്ടേ. ഈ ദുനിയാവിൽ കഴിഞ്ഞില്ലെങ്കിലും ഈ ദുനിയാവിലെ ജീവിതം കുറച്ച് മാത്രമല്ലേ ഉള്ളൂ. ഈ ദുനിയാവിൽ അവസാനമുണ്ട്. അവസാനിക്കാത്ത ജീവിതം സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കൊതിയുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരാകണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരാകണോ? സഹാബത്ത് എങ്ങനെയായിരുന്നു ദുആ ചെയ്തിരുന്നത്? അവര് സ്വർഗം എന്ന് മാത്രമല്ല ദുആ ചെയ്തത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മുറാഫഖത മുഹമ്മദിൻ ഫിൽ ജന്ന. ഇബ്നു മസ്ഊദ് തങ്ങൾ ദുആ ചെയ്തിരുന്നത്, അല്ലാഹുവേ, സ്വർഗ്ഗത്തിലും മുത്തുനബിയുടെ കൂടെയാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിലും മുത്തുനബിയുടെ കൂടെ നടക്കാനാ അവര് ദുആ ചെയ്തിരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരാകണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയെ കാണുകയാണ്. റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു തആല അൻഹു. നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന, ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയ റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പ്രവാചകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അത് അല്ലാഹുവിന്റെ റസൂലിനറിയാ. ആ ചെറുപ്പക്കാരന് എന്നെ സ്നേഹിക്കുന്നു എന്ന് മുത്തുനബിക്കറിയാമായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ സ്നേഹം കണ്ടപ്പോ ലോകത്തിന്റെ നേതാവിന്റെ കണ്ണ് നിറഞ്ഞുപോയി. ആ ചെറുപ്പക്കാരന്റെ സ്നേഹം കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ചോദിക്കുകയാണ്, മോനെ, നിനക്കെന്താണ് വേണ്ടത്? നിനക്കെന്താണ് വേണ്ടത്? എന്തു വേണമെങ്കിലും നീ ചോദിക്കൂ. എന്തു ചോദിച്ചാലും നിനക്ക് ഞാൻ തരാ. നിനക്കെന്താണ് വേണ്ടത്? ചോദിക്കുന്നത് ലോകത്തിന്റെ നേതാവാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് ചോദിക്കുന്നത്. റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ആ ചെറുപ്പക്കാരനായ സ്വഹാബിക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമായിരുന്നു. എന്തേ ചോദിച്ചതെന്നറിയുമോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അവിടെന്ന് ചോദിച്ചത് ഒരേ ഒരു ചോദ്യമാണ്. റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു തആല അൻഹു, ഈ ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം കണ്ടപ്പോ നബിക്ക് തന്നെ അത്ഭുതമായി. മുത്തി നബിക്ക് തന്നെ അത്ഭുതമായി. അവിടെ നിന്ന് ചോദിച്ചു, നിനക്ക് എന്തു വേണം ചോദിക്ക്, ഞാൻ തരാം. എന്ത് വേണമെങ്കിലും ചോദിച്ചോ. ആ ചെറുപ്പക്കാരന് ഒന്നേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ, ഒറ്റ ചോദ്യം, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ എനിക്ക് മുത്തി നബിയെ അങ്ങയുടെ കൂട്ടുകാരനാകണം. എനിക്ക് സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, ഔ ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്. നിനക്ക് ദുനിയാവിൽ എന്തെങ്കിലും വേണോ? പണം വേണോ? അധികാരം വേണോ? എനിക്ക് വീട് വേണോ? വേറെ എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട നബിയെ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം. ചോദിച്ചാ തരാമെന്ന് മുത്തുനബി വാക്കു പറഞ്ഞതാ.
അള്ളാഹുവിന്റെ പ്രവാചകന് കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞതാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗത്തിലെ കൂട്ടുകാരനാക്കണമെന്ന് പറയുമ്പോ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, ഈ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരാകണോ, സ്വർഗത്തിൽ അള്ളാന്റെ റസൂലിന്റെ കൂടെ നടക്കണോ, ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗത്തില് മുത്തുനബിയുടെ മുഖം കണ്ടുകൊണ്ട് കൂടെ നടക്കണോ ചെറുപ്പക്കാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, 5 കാര്യങ്ങൾ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്. 5 കാര്യങ്ങൾ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്. 5 നന്മകൾ അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരുന്നുണ്ട്. ഈ പറയുന്ന 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ? എങ്കിലും നീ സ്വർഗത്തിൽ ആരുടെ കൂട്ടുകാരനാ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനാണ്. മുത്തുനബിയുടെ കൂടെ നടക്കാം പെങ്ങള്. ലോകത്തിന്റെ നേതാവിന്റെ കൂടെ നാളെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ ലോകത്തിന്റെ നേതാവിന്റെ കൂടെ നടക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലോ പ്രവാചകൻ 5 കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഈ പറയുന്നത് നിന്റെ ജീവിതത്തിലുണ്ടോ? ഈ പറയുന്നത് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറാണോ? എങ്കിലും നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ ഒന്ന് പറഞ്ഞു തരുവോ നബിയേ, നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകാൻ, മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദര, എപ്പോഴാണ് കയ്യിൽ പിടിക്കുന്നതെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഈ ലോകം മുഴുവനും തകരുന്ന ഒരു സമയമുണ്ട്. ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതിയാൽ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ താഴേക്ക് വീഴുകയാണ്. സൂര്യനും ചന്ദ്രനും തീമഴയൊക്കെ പെയ്യുകയാണ്. ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാണ്. അത് കഴിഞ്ഞ് രണ്ടാമതാ മലക്കുന്നുകൂടെ ഊതുമ്പോ കബറിന്റെ അകത്ത് നിന്ന് ഭൂമിയുടെ അടിയിൽ നിന്ന് എല്ലാവരും എഴുന്നേൽക്കുകയാണ്. റബ്ബേ, ആ രംഗം ഭയാനകമായ ഒരു രംഗമാണല്ലോ. ഇന്നെല്ലാവരെയും മനുഷ്യകോലത്തിലാണ് പള്ളിപ്പറമ്പിൽ കുളിപ്പിച്ച് ഒരുക്കിയിട്ട് സുഗന്ധങ്ങൾ തേച്ചിട്ട് അല്ലാഹുവേ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു മനുഷ്യകോലത്തിലാണ് പള്ളിപ്പറമ്പിലെ കുഴിക്കകത്ത് കൊണ്ടുപോയി എന്റെയും നിങ്ങളെയും ഖബറടക്കുന്നതെങ്കിലോ നാളെ അള്ളാന്റെ കോടതിയിൽ വരുന്നത് ഇങ്ങനെയല്ല, അള്ളാന്റെ പരലോകത്ത് വരുന്നത് ഇങ്ങനെയല്ല. മുത്തുനബി പറയുന്നു, സ്വഹാബാ, അന്ന് പട്ടികയുടെ രൂപത്തിൽ വരുന്നവരുണ്ട്, പന്നിയുടെ കോലത്തിൽ വരുന്നവരുണ്ട്, കഴുതയുടെ രൂപത്തിൽ വരുന്നവരുണ്ട്, പേപ്പട്ടിയുടെ രൂപത്തിൽ വരുന്നവരുണ്ട്. അല്ലാഹുവേ, ഇഴഞ്ഞു വരുന്നവർ, നടന്നു വരുന്നവർ, ഉഹുദമലയോളം വലിപ്പമുള്ള വയറ് ഭരിച്ചു കൊണ്ടുവരുന്നവർ, പിൻദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ നാളെ പ്രവാചകന്റെ സമുദായം അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരാളും വസ്ത്രം ധരിച്ചിട്ടില്ല, എല്ലാവരും നഗ്നരാണ്. ഒരാളും ചെരുപ്പ് ധരിച്ചിട്ടില്ല. എല്ലാവരും നിൽക്കുന്നത് ചെമ്പിന്റെ തറയിലാണ്. തറയുടെ മുകളിലാണ് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അടുക്കളയിലെ ചോറ് വെക്കുമല്ലോ, ഏതാ ഉമ്മ ചോറ് വെക്കുമ്പോ അത് കിടന്ന് തിളയ്ക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അത് കിടന്ന് തിളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ നാളെ ചോറ് തിളയ്ക്കും മോനെ. ഏത് ചോറാണ് തിളയ്ക്കുന്നതെന്നറിയുവോ? നിന്റെ തലയുടെ ഓട്ടിതാ തലയുണ്ടല്ലോ, ഈ തലയോട്ടിക്കകത്തിരിക്കുന്ന നിന്റെ തലച്ചോറുണ്ടല്ലോ, അത് നാളെ തിളയ്ക്കുന്ന ഒരു ദിവസമുണ്ടടാ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അല്ലാഹുവേ, ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ.
ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല അതങ്ങു ചെന്നാൽ കോള തലച്ചോറ് തിളച്ചിട്ട് ഒഴുകുന്ന ഒരു ദിവസമുണ്ടടാ അന്നാരാ നിന്റെ കൂടെയുള്ളത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ അല്ലാഹുവേ യാ വൈലതാ യാ ഖസറതാ എന്റെ നാശമേ എന്റെ നാശമേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ അന്ന് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ ലോകത്തിന്റെ നേതാവ് സുജൂദിൽ കിടക്കുകയോ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാണ് അല്ലാഹു പറയുന്നു ഇർഫഅ റഅസക യാ റസൂലല്ലാഹ് എഴുന്നേക്ക് നബിയേ എന്തിനാ ഇവിടെ കിടക്കുന്നത് എന്തിനാ ഇവിടെ സുജൂദിൽ കിടക്കുന്നത് കേറിയിരിക്കുന്ന നബിയെ വിചാരണയ്ക്ക് സമയമായി അല്ലാ ഞാൻ എഴുന്നേക്കില്ല അല്ലാ തല ഉയർത്തില്ല അല്ലാ എന്റെ സമുദായത്തിന് ഞാനല്ലാതെ ആരുമില്ലല്ലോ എന്ന പാപപ്പെട്ട അനുയായികളുണ്ടല്ലോ അവർക്ക് ഞാനല്ലേ ഉള്ളൂ ഇന്നവരെ ആര് സഹായിക്കാനാ പടച്ചവര് അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞാൻ എഴുന്നേക്കില്ല അല്ലാ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുമ്പോ അല്ലാഹു പറയുന്നു നബിയേ എഴുന്നേക്ക് നബിയേ എഴുന്നേക്ക് നബിയേ ആ സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന നബിയേ അങ്ങയുടെ സിംഹാസനം അതാണ് അതിനകത്തേക്ക് കയറിയിരിക്കൂ എന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് മുഴുവനും സ്വർഗം കൊടുത്തോ ഇഷ്ടമുള്ളവർക്ക് മുഴുവനും സ്വർഗം കൊടുത്തോ ആരെ വേണമെങ്കിലും വിളിച്ചിട്ട് കൊടുത്തോ അല്ലാഹു നാളെ അനുവാദം കൊടുക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമേ നീ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പോകണം മുത്തുനബിയുടെ ചാരത്ത് ചെല്ലണം യാ റസൂലല്ലാഹ് സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ താ നബിയേ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തവനാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടക്കാറുള്ള ആ പാസ് വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അതിഥിയായിട്ട് നിനക്ക് പോകണോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാകണോ മുത്തുനബി പറയുകയാ ഒന്നാമത്തെ കാര്യമെന്തെന്ന് കാര്യമെന്ന് പറഞ്ഞ 2 മണിക്കൂറത്തെ വഅദ് വേണ്ട നിസ്കാരത്തിന്റെ മഹത്വം പഠിക്കാൻ ഒറ്റ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ നിസ്കാരം മുടക്കാനുള്ള കാരണം എന്താ ആലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ് ഈ ദുആ കേട്ടപ്പോ സഹാബാക്കളിൽ പലരും അത്ഭുതപ്പെട്ടു പോയി എന്താണ് ദുആ ചെയ്തതെന്നറിയുമോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ശഹാദതൻ ഫീ സബീലിക വ മൗതതൻ ഫീ ബലദി നബിയിക അല്ലാഹുവേ എനിക്ക് ഷഹീദാകണം തമ്പുരാനെ എനിക്ക് ഷഹീദാകണം തമ്പുരാനെ എവിടെ കടന്ന് ഷഹീദാകണമെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാട്ടിൽ കടന്ന് ഷഹീദാകണം തമ്പുരാനെ ത്തോടെയാണ് ദുആ കേട്ടത് പടച്ചവനെ ഉമർ തങ്ങൾ മദീനയിൽ വന്നു വെള്ളിയാഴ്ച ജുമഅക്ക് പള്ളിക്കകത്ത് കയറി പള്ളിയുടെ മിഹ്റാബിൽ ഇരുന്നുകൊണ്ട് ഉമർ തങ്ങൾ വിളിച്ചു പറഞ്ഞു ഉസീകും ബിതഖ്വല്ലാഹ് അവിടുന്ന് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാ എന്നിട്ട് പറഞ്ഞു ഉമറിന് പോകാ സമയമായി എന്റെ മരണമെടുത്തിട്ടുണ്ട് എന്റെ മരണമെടുത്തിട്ടുണ്ട് അതിന്റെ അടയാളങ്ങൾ ഞാൻ കാണാ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരോടും അവിടുന്ന് വസിയത്ത് ചെയ്തു അവിടുന്ന് യാത്ര പറഞ്ഞു പിറ്റേ ദിവസം ശനിയാഴ്ചയാണ് അല്ലാഹുവിന്റെ പള്ളിയിൽ സുബഹി നമസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കുകയാ ഉമർ തങ്ങൾ പള്ളിയിലെ ഇമാമാണ് സുബഹിക്ക് ഇമാമത്ത് നിൽക്കുമ്പോ
ഓതുമ്പോ സൂറത്തു യൂസുഫാണ് ഓതുന്നത്. സാധാരണ നമ്മൾ ഓതുന്നത് ചെറിയ സൂറത്താ. എന്റെ പ്രിയമുള്ളവരെ, സൂറത്ത് യൂസുഫ് ഓതിയിട്ട് ഉമർ തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ആ സമയത്താണ് ഒരുത്തന് കടാരയുമായി കടന്നു വരുന്നത്. ഒരു ശത്രുവുണ്ടല്ലോ, അബൂ ലൂലു എന്ന് പറയുന്ന മജൂസി ഉണ്ടല്ലോ, വിഷം കടർത്തിയ ഒരു കടാരയുമായി അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോ പള്ളിക്കകത്തേക്ക് കടന്നു വന്നിട്ട് മിഹ്റാബിൽ ഇമാമായി നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കത്തിയങ്ങ് കുത്തിയിറക്കുകയാണ്. പടച്ചവരേ, പിന്നെയും പിന്നെയും മൂരിയങ്ങ് കുത്തുകയാണ്. ഉമർ തങ്ങൾ പള്ളിയുടെ മിഹ്റാബിൽ ഇമാമാണ്. അവിടെ നിന്ന് കുത്തുകൊണ്ടിട്ട് ഉമർ തങ്ങൾ ഇങ്ങനെ പിടയുകയാ. ഇവനാണെങ്കിൽ ഇറങ്ങി ഓടുമ്പോ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന 6 7 സഹാബത്ത് അവരുടെ വയറ്റിനമ കുത്തിയിട്ടാണ് ഇറങ്ങിപ്പോയത്. എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരാള് പോലും അനങ്ങിയില്ല, ഒരാള് പോലും ഇറങ്ങി ഓടിയില്ല. തന്റെ മുന്നിൽ നിൽക്കുന്ന ഇമാമിനെ കുത്തിമലർത്തി, തന്റെ ചാരത്ത് നിൽക്കുന്നവന് അതാ ശത്രു കുത്തിമലർത്തിയിട്ട് ഇറങ്ങി പോകുമ്പോ ഒരാള് പോലും വിളിച്ചു കൂവിയില്ല, ഒരാള് പോലും കൈയഴിച്ചില്ല, ഒരാള് പോലും ഇറങ്ങി ഓടിയില്ല. കാരണം നിൽക്കുന്നത് എവിടെയെന്നറിയുവോ? നിൽക്കുന്നത് ആരുടെ മുന്നിലെന്നറിയുവോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ കണ്ണിന്റെ മുന്നിലോ, അല്ലാഹുവിന്റെ മുന്നിലാ നിൽക്കുന്നത്. ഒരാളും ഓടിയില്ല, ഒരാളും പേടിച്ചില്ല, ഒരാളും നിലവിളിച്ചില്ല. ഉമർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്തിനാ വിളിച്ചു പറഞ്ഞതെന്നറിയോ? തന്റെ പുറകിൽ നിൽക്കുന്ന സഹാബത്തിനോട് ആരെങ്കിലും കേറി ഇമാമത്തായി നിൽക്ക്, ആരെങ്കിലും കേറി ഇമാമത്തായി നിൽക്ക്. അല്ലാഹുവേ, ഉമർ തങ്ങളെ വിളിച്ചു പറയുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കേറിയിട്ട് ഇമാമത്ത് നിൽക്കുകയാ. ഉമർ തങ്ങളെ പെടഞ്ഞ് താഴെ വീണു. പടച്ചവരെ, കണ്ണിന്റെ മുന്നിൽ കിടന്നു പിടയുകയാ. ആ സമയത്തും ആ സഹാബി നിസ്കരിച്ചടാ ചെറുപ്പക്കാരാ. ആ സമയത്തും ഉമർ തങ്ങളുടെ സഹാബത്ത്, ഉമർ തങ്ങളുടെ പൊന്നുമകൻ പള്ളിക്കകത്ത് നിൽക്കുന്നുണ്ട്. വാപ്പ കുത്തുകൊണ്ടിട്ട് മരണപ്രാളത്തിൽ കിടന്നു പിടയുകയാ. അടിച്ചില്ല കയ്യ്, വിളിച്ചു കൂവിയില്ല. അവിടെ നിന്ന് നിസ്കരിച്ചു. എല്ലാവരും നിസ്കാരം പൂർത്തീകരിച്ചു. സലാം വീട്ടിൽ കഴിയുമ്പോ സഹാബത്ത് ഓടി വരികയാ. എല്ലാവരും ഉമർ തങ്ങളുടെ ചാരത്ത് വന്നു. അവിടുന്ന് തങ്ങള് എല്ലാവരും വിളിക്കുകയാണ്. ഉമർ തങ്ങൾക്ക് ബോധമില്ല, രക്തമിങ്ങനെ ഒഴുകുകയാണ്. പടച്ചവനെ, ചലനമറ്റു കിടക്കുകയാണ്. എല്ലാവരും വിളിച്ചോ, വിളിച്ചിട്ട് ഉമർ തങ്ങൾ എഴുന്നേക്കുന്നില്ല. പടച്ചവനെ, എന്തിനാ വിളിക്കുന്നതെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് വല്ല ഉപദേശവും നൽകിയാലോ, വല്ല വസിയത്തും നൽകിയാലോ. എല്ലാവരും വിളിച്ചിട്ട് എഴുന്നേക്കാതെ വരുമ്പോ ഉമർ തങ്ങളുടെ പൊന്നുമകൻ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. ഞാൻ പറയുന്ന കാര്യം എന്റെ വാപ്പാടെ ചെവിയിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്. അല്ലാഹുവേ, ഒരു മകൻ പറഞ്ഞു കൊടുക്കുകയാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന, ബോധമില്ലാതെ കിടക്കുന്ന വാപ്പാടെ ചെവിയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയൂ. എല്ലാവരും ചോദിച്ചു, എന്തേ പറയേണ്ടത്? ഉമർ തങ്ങളുടെ പൊന്നാര മകൻ പറയുകയാ, എന്റെ വാപ്പാടെ ചെവിയിൽ പറ, നമസ്കരിക്കാ സമയമായെന്ന്, നമസ്കരിക്കാ സമയമായെന്ന് എന്റെ വാപ്പാടെ ചെവിയിലൊന്ന് പറ. ഒരു സ്വഹാബി പറയുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരമെന്ന് കേൾക്കുമ്പോ അവിടുന്ന് ഞെട്ടിയുണരുകയാണ്. ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എന്റെ മകനെവിടെ എന്നല്ല ആദ്യമായിട്ട് ചോദിച്ചത് സഹാബാ, നിങ്ങൾ നിസ്കാരം പൂർത്തീകരിച്ചോ? സഹാബാ, നിങ്ങൾ നിസ്കാരം തങ്ങളാ പറയുന്നത്, കാരണമില്ലാതെ നമസ്കാരം മുടക്കിയാൽ അവന് പുറത്തേക്ക് പോകുമെന്ന് അവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ അതിന്റെ ഗൗരവം അതാണ്, അതിന്റെ ഗൗരവം പഠിക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളോട്, സംഘാടകരോട് വഅദ് വെക്കുന്നത് നല്ലതാണ്, പ്രചരണം നടത്തുന്നത് നല്ലതാണ്. പക്ഷേ 12 മണി വരെ വഅദ് കിടന്ന് കസേരകൾ മുഴുവനും പറക്കി വെച്ച് എല്ലാ പണികളും തീർത്തിട്ട് നിങ്ങൾ പോയിട്ട് സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങിയാ അള്ളാന്റെ അടുക്ക പറയാൻ പറ്റൂല വഅദ് വെച്ചതിന്റെ പേരിൽ ഉറങ്ങിപ്പോയി റബ്ബേ, എന്റെ നിസ്കാരം മുടങ്ങിപ്പോയത് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരാ, നാളെ മുത്തുനബിയുടെ കൂടെ നിനക്ക് സ്വർഗത്തിൽ ഒരുമിക്കണോ? നിസ്കാരം നിലനിർത്തിക്കോ, അല്ലാഹു നിനക്കതിന് ഭാഗ്യം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു എത്ര കേട്ടാലും എന്തെല്ലാം കേട്ടാലും മരണവും ഖബറും പരലോകവും നരകവും എല്ലാം കേട്ടാലും പടച്ചവനെ നന്നാകാൻ കഴിയുന്നില്ല, നന്മകൾ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെയും പാപങ്ങളിലേക്ക് വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? നിനക്ക് ഞാനൊരു ചരിത്രം പറയാ. ഇമാം റാസിദങ്ങൾ തന്റെ തഫ്സീറിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കാനത്ത് ഇംറഅതു തസീഹു ഫീ സിഖഖിൽ മദീന. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിലൂടെ ഒരു പെണ്ണ് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്, കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടുകയാണ്. അല്ലാഹുവേ, എന്തേ വിളിച്ചു ചോദിക്കുന്നത്? ദല്ലൂനി അലാ മുഹമ്മദ്. അല്ലാഹുവിന്റെ പ്രവാചകനെ തിരഞ്ഞുകൊണ്ട് മദീനയുടെ തെരുവിലൂടെ ഒരു ചെറുപ്പക്കാരി ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് കാണിച്ചു തരുവോ? മുത്തുനബി എവിടെയാണ് ഇരിക്കുന്നത്? കാണുന്നവരോട് മുഴുവനും ചോദിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അവസാനം ആരോ കാണിച്ചു കൊടുത്തു, പെങ്ങള് ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകന്. അവിടെന്ന് കാണിച്ചു കൊടുക്കുമ്പോ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് അല്ലാഹു പുറത്തു തരുവോ? എനിക്ക് തൗബയുണ്ടോ? പടച്ചവൻ എനിക്ക് പുറത്തു തരുവോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തിരുന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, പെണ്ണേ, നീ നിന്റെ കരച്ചിലൊന്ന് നിർത്തൂ. എന്ത് പാപമാ നിന്റെ ജീവിതത്തിൽ ചെയ്തത്? എന്തിനാ നീ ഇതുപോലെ നിലവിളിക്കുന്നത്? എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് കരയുന്നത്? നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്ന് പറയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ. കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞേ തിരിച്ചു വരാറുള്ളൂ. എന്റെ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയി കഴിഞ്ഞപ്പോ, സനൈതു യാ റസൂലല്ലാഹ്, ഇന്നി സനൈതു യാ റസൂലല്ലാഹ്, നബിയേ, ഞാൻ
ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, അന്യപുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു നബിയേ. ആ ബന്ധപ്പെട്ടതിലൂടെ ഞാനങ്ങ് ഗർഭിണിയായി നബിയേ. ആ പെണ്ണവിടുന്ന് ഗർഭിണിയാവുകയാണ്. പടച്ചവനെ ആരോടും പറഞ്ഞില്ല, ഒരാളും അറിഞ്ഞില്ല, കുഞ്ഞിനെ കൊല്ലാൻ തയ്യാറായില്ല. ഗർഭിണിയായി കഴിഞ്ഞപ്പോ ആരും അറിയാതെ മറച്ചു വെച്ചുകൊണ്ട് നടക്കുകയാണ്. തന്റെ വയറിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിന് 9.5 മാസം അവിടുന്ന് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അവസാനം 9.5 മാസം കഴിഞ്ഞു, അവിടുന്ന് പ്രസവിക്കുകയാ. മുത്തുനബിയേ, ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ, ഞാൻ അവിടുന്നൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു നബിയേ. പ്രസവിച്ചു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ്, എന്റെ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു ഞാനങ്ങ് കൊന്നു കളഞ്ഞു നബിയേ. അവിടുന്ന് തന്റെ കുഞ്ഞിനെ അങ്ങ് കൊല്ലുകയാണ്. ഈ പെണ്ണിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? ഈ പെണ്ണിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? സുറുക്ക കച്ചവടം നടത്തുന്നവളാണ്. പടച്ചവനെ, അല്ലാഹുവേ, ഇന്നൊക്കെ വാറ്റുചാരായമുണ്ടാക്കുമല്ലോ, അതാ പട്ടച്ചാരായമുണ്ടാക്കുമല്ലോ. ഇതുപോലെ പടച്ചവനെ, അതാ സുറുക്കകൾ ഉണ്ടാക്കുന്ന ജോലിക്കാരിയായിരുന്നു ഈ പെണ്ണ്. തന്റെ കുഞ്ഞിനെ കൊന്നിട്ട് എന്ത് ചെയ്തെന്നറിയുമോ? അവിടെന്ന് പറയുകയാ, ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ സുറക്കയുടെ പാത്രത്തിന്റെ അകത്തേക്ക് എന്റെ കുഞ്ഞിന്റെ മൃതശരീരം എടുത്ത് ഞാൻ അടച്ചു വെച്ചു നബിയേ. അതിനകത്തേക്ക് തന്റെ കുഞ്ഞിന്റെ ശരീരം ഇടുകയാ. അതിനകത്ത് കിടന്ന് അളിയുകയാണ്, അതിനകത്ത് കിടന്ന് ദ്രവിക്കുകയാണ്. തന്റെ പൊന്നാര കുഞ്ഞിന്റെ പച്ചയിറച്ചിയുണ്ടല്ലോ, അതിനകത്ത് കിടന്ന് അഴുകുകയാ, അതിലേക്ക് അലിഞ്ഞു ചേരുകയാ. പിഞ്ഞു കുഞ്ഞിന്റെ എല്ലും കഷ്ടമുണ്ടല്ലോ, അതിനകത്ത് കിടന്ന് ദ്രവിച്ചു പോയി. തന്റെ കുഞ്ഞിന്റെ അടയാളം കാണാറില്ല, അതിനകത്ത് ഒന്നും കാണാനില്ല. അങ്ങനത്തെ ഒരവസ്ഥ എത്തിയപ്പോ ഞാനതെടുത്ത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ. ഞാനത് ജനങ്ങൾക്ക് വിറ്റു നബിയേ. ഞാൻ എന്റെ വീട്ടിൽ വരുന്നവർക്ക് അത് കുടിക്കാൻ കൊടുത്തു നബിയേ. ലോകത്തിന്റെ നേതാവിന്റെ കൈകാലുകൾ വിറയ്ക്കുകയോ, അവിടത്തെ കണ്ടടം നിറഞ്ഞു ഒഴുകുകയാണ്. മുത്തുനബിയിരുന്ന് കരയുകയാണ്. എന്തൊരു പാവമാ അല്ലാഹ്, എന്തൊരു പാവമാ അല്ലാഹ്. വ്യഭിചരിച്ചു, വിവാഹം കഴിഞ്ഞ പെണ്ണ് വ്യഭിചരിച്ചാ എറിഞ്ഞു കൊല്ലണമെന്നാണ്. കൊലയ്ക്ക് പകരം കൊലയാണ്. റബ്ബേ, കച്ചവടത്തില് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പാപമാണ്. 3 പൊറുക്കാൻ കഴിയാത്ത പാപം ചെയ്ത പെണ്ണാ. മുത്തുനബി ആ പെണ്ണിനോട് ചോദിച്ചത് എന്തെന്നറിയുമോ? നിന്റെ ഹൃദയം ഇങ്ങനെയാകാ, നിന്റെ ഹൃദയം ഇങ്ങനെയാകാ കാരണം എന്തെന്നറിയോ? കാരണം എന്തെന്നറിയുമോ? മുത്തുനബി ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, ഫഇന്നി അറാ അന്നകി തറക്തി സലാത്തൽ അസ്രി. ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? പെങ്ങളെ, നീ അസർ നമസ്കരിക്കാത്തവളല്ലേ, നീ അസർ നമസ്കരിക്കാത്ത പെണ്ണല്ലേ. അല്ലാഹുവേ, അസർ നമസ്കരിക്കാത്തവരുടെ ഹൃദയം കഠിനമായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്ക്, തന്റെ കുഞ്ഞിനെ, തന്റെ ഭർത്താവിനെ വഞ്ചിച്ചു, വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായി, ആ കുഞ്ഞിനെ പ്രസവിച്ചു, ആ കുഞ്ഞിനെ കൊന്നിട്ട് കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചിട്ട് അവസാനം എല്ലാം അലിഞ്ഞതിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോ അതെടുത്തിട്ട് കച്ചവടം നടത്തി. മുത്തുനബി ചോദിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഏറ്റവും അവസാനം എടുത്ത് നോക്കിയാൽ മതി. ആ അവസാനം ഒരു 10 വരിയുണ്ട്.
അവസാനം ഒരു അര പേജ് വരും. എന്റെ പ്രിയപ്പെട്ടവരെ 136-7 ആയത്താണെന്ന് തോന്നുന്നു ആ സൂറത്തിനുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമായ ഖുർആനിലെ ആ സൂറത്തിലെ ഒരു ആയത്തിൽ അള്ളാഹു പറയുകയാ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയുമോ? അള്ളാഹു പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറഞ്ഞു തരികയാണ്, ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട്, ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, മോനെ പടച്ചറപ്പ് പറയുകയാണ്, അതാ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാണ്, ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങളിൽ ആരെങ്കിലും ചെയ്താൽ, ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വാപ്പയും ഉമ്മയും ഏതെങ്കിലും ഒരു വീടിന്റെ നാഥനുണ്ടല്ലോ, ഈ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യാ തയ്യാറായ, മരിക്കുന്ന കാലം വരെ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനി വിശ്വാസം ഉണ്ടല്ലോ, ഖുർആനി വിശ്വാസം ഉണ്ടല്ലോ, അവിടെ മറ്റേതൊന്നും ഇല്ലല്ലോ. ഖുർആനിൽ എല്ലാവർക്കും വിശ്വാസമാണല്ലോ. ആ ഖുർആനിൽ അല്ലാഹ് പറയുകയാ, ഞാൻ തരും ഭക്ഷണം, മരിക്കുന്ന കാലം വരെ ഞാൻ തരും. എന്ത് ചെയ്യണമെന്നറിയോ? 5 നേരം നിസ്കരിച്ചാൽ മതി എന്നുള്ളതിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് എന്തേ പറഞ്ഞേ? 5 നേരം നിസ്കരിക്കണം. നീ മാത്രം നിസ്കരിച്ചാ പോരാ, പിന്നെ ആരെ കൂടെ നിസ്കരിപ്പിക്കണം? നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും കൂടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്ക, നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, പക്ഷേ ആമിനാത്ത നിസ്കരിക്കോ? നിന്റെ ഭാര്യ നിസ്കരിക്കോ? വീട്ടിൽ 3-4 എണ്ണത്തിന് ജന്മം കൊടുത്ത് നിർത്തിക്കെട്ടുണ്ടല്ലോ മക്കള്, നിസ്കരിക്കാറുണ്ടോ? എന്തേ അവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ? നിനക്ക് മാത്രമേ ഉള്ളൂ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് മാത്രമേ നിസ്കാരം നിർബന്ധമുള്ളോ? നിന്റെ ദീൻ എന്തേ പഠിപ്പിച്ചേ? നിന്റെ ദീൻ എന്തേ പഠിപ്പിച്ചേ? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? പറയുടെ ചങ്ങാതി കെട്ടിപ്പിടിച്ച് മുത്തോണ് കേടാ. ഇവിടെ 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? തല്ലണം. അതല്ലേ പഠിപ്പിച്ചേ? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈപൊക്കിക്ക്, ഞാൻ ഒന്ന് കാണട്ടെ. താത്ത ഒന്ന് പൊക്ക് താത്ത. നിസ്കരിക്കാത്തതിന്റെ പേര് മോളെ തല്ലിയ ഉമ്മ. ഈ കൈപൊക്കാത്തവരുടെയൊക്കെ മക്കൾ 5 നേരവും ജമാഅത്തായി നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ അല്ലാഹ് ഞാൻ മലക്കൊന്നുമല്ല, നിങ്ങളെ പോലെ ഒരു മനുഷ്യനാ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ മലക്കാണോ? നിങ്ങളെ പോലെ വിശ്വസിക്കാനല്ല. നമ്മുടെ അവസ്ഥ ഇതാ, നമ്മുടെ അവസ്ഥ ഇതാ. നമ്മളൊക്കെ നിസ്കരിക്കും അല്ലേ? അല്ലാഹ് പറഞ്ഞത് സ്വന്തം കാര്യം സിന്താവ. അങ്ങനല്ല മോനെ അല്ലാഹ് പറഞ്ഞേ. എടാ, നീ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാനല്ല അല്ലാഹ് പറഞ്ഞേ. പോകുമ്പോ എന്ത് ചെയ്യണം? ഖു അൻഫുസകും വ അഹ്ലീകും നാറ. നീ നരകത്തിൽ നിന്ന് നിന്റെ പെണ്ണുമ്പിള്ളയും മക്കളെയും കൂടെ രക്ഷപ്പെടുത്തണമെന്നാ അല്ലാഹ് പറഞ്ഞേ. അതുകൊണ്ട് സഹോദര മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ കഴിയണമെങ്കിൽ നാളെ സുബഹിക്ക് എഴുന്നേറ്റിട്ട് നിന്റെ അടുത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തണം. അടുത്ത റൂമിൽ കിടക്കണ മക്കളുടെ കാലിൽ പിടിച്ചിട്ട് എഴുന്നേറ്റ് പള്ളിയിൽ പോടാ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി നിസ്കരിപ്പിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ താത്ത ചിന്തിക്കും, ഉസ്താദെ ഞങ്ങൾ ആരാ വിളിക്കേണ്ടത്? 2 പേരും ഉറക്കല്ലേ? ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്ക? 2 പേരും കിടന്നുറങ്ങാ, ഇപ്പൊ ആരെ വിളിക്ക? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന മക്കളുടെ ബാഗിന്റെ അകത്ത്, മോനെ നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. മക്കളെ തല്ലുന്ന ഉമ്മ, നീ അതല്ല ചെയ്യേണ്ടത്. സ്കൂളിൽ പോകുന്ന മകന്റെ ബാഗിന്റെ അകത്ത് ഒരു ന്യൂസ് പേപ്പർ മടക്കി വെക്കണം. എന്നിട്ട് പറയണം, ഉമ്മ ഇതിനകത്തൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. സ്കൂളിൽ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വിടുമ്പോ എന്റെ പൊന്നുമോൻ എളുപ്പം ചോറ് കഴിക്കണം. എന്നിട്ട് ഓടിച്ചെന്നിട്ട് കയ്യൊക്കെ കഴുകിയിട്ട് ഒന്ന് ഒലുവെടുക്കണം. എന്നിട്ട് മോനെ ആ സ്കൂളിന്റെ ഏതെങ്കിലും റൂമിന്റെ അകത്ത് പോയിട്ട് ആ ബെഞ്ചങ്ങട്ട് നീക്കിയിട്ടിട്ട് പാമ്പുണ്ടോന്ന് നോക്കണം. ഇപ്പത്തെ സ്കൂൾ അങ്ങനെയാണല്ലോ. പാമ്പുണ്ടോ നോക്കണം, ഇഴജന്തുക്കൾ വല്ലതും ഉണ്ടോ നോക്കണം. എന്റെ പൊന്നുമോൻ ദാരുമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ആ പേപ്പർ വിരിച്ചിട്ട് ആ ലുഹർ അങ്ങ് നിസ്കരിക്കണം. ഇല്ലെങ്കിൽ തെണ്ടേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. 3:30 സ്കൂള് വിട്ട് വരുന്ന ഐഷായെ പിടിച്ച്, എടി പോയി തിന്നാനല്ല പറയേണ്ടത്, പോയി ലുഹർ നിസ്കരിക്കടി എന്ന് പറഞ്ഞ് മക്കളെ കയറ്റി നിർത്തിയിട്ട്
നിസ്കരിപ്പിക്കണം. എങ്കിലും മക്കൾ നല്ലതുപോലെ ജീവിക്കുന്നത് കാണാ. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, ഞാൻ തരും ഭക്ഷണം മരിക്കുന്ന കാലം വരെ. ഒരുത്തന്റെ മുന്നിൽ നീ പോകണ്ട, നീ കടന്ന് കഷ്ടപ്പെടണ്ട, ഞാൻ തരും ഭക്ഷണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവര് കൈവക്കിക്ക്. ഞാൻ നിർത്താ. നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവര് ഓസിന് കിട്ടുവോ? ഓസിന് കിട്ടുവോ? അല്ലാ, എന്റെ ശരീരത്ത് കിടക്കണ സ്വർണം മുഴുവനും ഞാൻ ഊരിത്തരാ അല്ലാ, എന്റെ വീടിന്റെ പ്രമാണം വരെ ഞാൻ തരാ അല്ലാ, വേണമെങ്കിൽ കിഡ്നിയും തരാൻ പടച്ചോനെ, എനിക്ക് വെള്ളിയാഴ്ച ജുമായ്ക്ക് സുജൂദി കിടക്കുമ്പോ മരിക്കണം. കിട്ടുവോ? പറഞ്ഞങ്ങാതി കിട്ടുവോ? കിട്ടണമെന്നില്ല. പക്ഷെ അല്ല പറയുകയാ, ഞാൻ തരും. നീ ഇങ്ങനെ വല്ലവരടാ, അവന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ചു, എന്റെ ഉമ്മ വെള്ളിയാഴ്ച രാവി മരിച്ചു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ നിനക്കൊന്നും കിട്ടൂല. നിനക്കൊന്നും കിട്ടില്ല. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച രാവി മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുവോ? കിട്ടൂല. പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റൂ. പക്ഷെ നിനക്ക് വേണോ? അല്ല പറയുകയാ, 5 പൈസ തരണ്ട, ഞാൻ തരാം. അല്ല പറയുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പടച്ചറബ് പറയുകയാണ്, ആർക്കാണ് നല്ല മരണം വേണ്ടത്? ദുആ ചെയ്തുകൊണ്ട് കാത്തിരിക്കുന്ന പെങ്ങള് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ, അസ്റായിലിനെ കണ്ടുമുട്ടുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞിട്ട് നിനക്ക് മരിക്കണോ? മക്കള് പറയണ്ടേ, എന്റെ ഉമ്മ മരിച്ചപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദേ എന്ന് നിന്റെ മക്കൾ അഭിമാനത്തോടുകൂടി പറയണോ? മരിച്ചു കിടന്നപ്പോ മയ്യത്ത് കാണാമെന്നവർ മുഴുവനും മയ്യത്ത് കാണാമെന്ന് പെണ്ണുങ്ങൾ പറയുകയാ. ആമിനാടെ മുഖത്തെ ചിരി കണ്ടോ? എന്തൊരു ചിരിയാടി! ഇവക്ക് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാൻ ഇവൾ എന്ത് പുണ്യവാ ചെയ്തത്? അങ്ങനെ ചോദിക്കുന്ന ഒരു മരണം നിനക്ക് വേണോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ. വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാത്ത ബിരുദന്മാരുണ്ട്. വെള്ളിയാഴ്ച പോലും ജുമായ്ക്ക് പള്ളിയിൽ പോകാത്തവരുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ പുതിയ സിനിമകളും ഇറങ്ങുന്നത് എന്നാ? വെള്ളിയാഴ്ച ദിവസം. എല്ലാ പുതിയ സിനിമകളും ഇറങ്ങുന്ന എന്താ? എല്ലാരും കാത്തിരിക്കാം, മമ്മൂട്ടിയുടെ മാമാങ്കം ഇത് കാണാൻ വേണ്ടി ഇരിക്കാം. വെള്ളിയാഴ്ച ഇറങ്ങുന്നേ, ജുമായും കളഞ്ഞിട്ടാ എല്ലാം പോണേ. എന്നാ ഈ സിനിമയിൽ അഭിനയിച്ച മമ്മൂട്ടി വെള്ളിയാഴ്ച യുവസ്കരിക്കാറുണ്ട്. അതാ മറ്റൊരു കാര്യം. നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ അടുത്തൊരു ഇന്റർവ്യൂല് കേട്ടു, ഉള്ളതാണോന്ന് എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട ഇവിടുന്ന് ഇപ്പൊ ഞാൻ മമ്മൂട്ടി 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനാണെന്നാ പറയണേ. അള്ളാഹു ഹിദായത്തോട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓനും നിസ്കരിക്കാറുണ്ട്. ഓന്റെ പടം ഇറങ്ങുമ്പോ കാണാൻ പോകുന്നവൻ ജുമായും മുടക്കിട്ടാ പോവാ. നിങ്ങൾ ആലോചിക്ക്, പൊട്ടൻ ആരാ? ആരടാ പൊട്ടൻ? നിങ്ങൾ ചിന്തിക്ക് സഹോദര. വെള്ളിയാഴ്ച പോലും പള്ളി കയറാത്ത അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ 12 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന നിസ്കാരമാ ജുമാ നിസ്കാരം. എത്ര കൊല്ലത്തെ? 40 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്നതാ വെള്ളിയാഴ്ചത്തെ ജുമാ. അതും കളഞ്ഞിട്ട ഇവൻ പോയിരിക്കണത്. എന്റെ ചെറുപ്പക്കാർ, എങ്കിലും മോനെ നിനക്കറിയോടാ, നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നു മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. പച്ചയിറച്ചി ശരീരത്തിൽ കുത്തിയ രക്തം വരും. മോഹമുണ്ട്, ആഗ്രഹമുണ്ട്, സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കൊതിച്ച ചെറുപ്പക്കാരൻ, വിചാരമുള്ള ചെറുപ്പക്കാരൻ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾ പിടിച്ചുകൊണ്ടുവന്ന് മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുവന്ന് തൂക്കിക്കൊല്ലാൻ വേണ്ടി കയറ്റി നിർത്തിയിരിക്കുക. താഴെ നിൽക്കുന്നത് മുഴുവനും കൂടെ കളിച്ച കൂട്ടുകാരാ. താഴെ നിൽക്കുന്നവര് മുഴുവനും കൂടെ കളിച്ചു നടന്നവരാ. ഹുബൈബിനെ തൂക്കുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് കൂട്ടുകാര് ചോദിച്ചു, ഹുബൈബേ, ചെറിയ പ്രായവാ, ചാകണോടാ നിനക്ക്? പാടാ, പെണ്ണുങ്ങളെ ഞങ്ങൾ തരാം, പണം തരാടാ, അധികാരം തരാടാ, വാടാ ഹുബൈബേ, കള്ളും കുടിച്ചു പെണ്ണും പിടിച്ചിട്ട് അടിച്ചു പൊളിച്ച് ഈ ആയുസ് ജീവിക്കാം, വാടാ ഹുബൈബേ, പുതിയ മതം കളഞ്ഞിട്ട് വാ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, ഞാൻ വരൂല. കൂട്ടുകാര് പറഞ്ഞു, ഹുബൈബേ, നീ നിന്റെ ചങ്ങാതിയല്ലേ ഹുബൈബേ, നീ മതമൊന്നും മാറണ്ട, ഒരു ഓഫർ തരാം. മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞാ മതിയടാ, ജീവനോടെ വിട്ടേക്കാം. മുഹമ്മദ് നബിയെ ഒരു ചീത്ത പറ, ഒരു മോശമായ ഒരു വാക്ക് പറ, വെറുതെ വിട്ടേക്കാം. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, ഞാൻ പറയൂല. കൊല്ലാൻ സമയമായപ്പോ കൂട്ടുകാര് ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ?
നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? സാധിച്ചു തരാം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ അവസാനത്തെ ആഗ്രഹം എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഒന്ന് 2 റക്അത്ത് നമസ്കരിക്കണം. എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഒന്ന് 2 റക്അത്ത് നമസ്കരിക്കണം. കൂട്ടുകാരൻ അനുവാദം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു വുളുവെടുക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു വുളുവെടുത്തു. അവിടുന്ന് 2 റക്അത്ത് നമസ്കരിക്കാൻ കൈകെട്ടി. അല്ലാഹുവേ 2 ചെറിയ സൂറത്തുകൾ ഓതി പെട്ടെന്ന് നമസ്കാരം അങ്ങ് പൂർത്തീകരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടന്ന് കരയുകയാ. സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവേ, എപ്പ നിസ്കരിച്ചാലും ഹുബൈബ് വലിയ സൂറത്താണ് ഓതുന്നത്, ഇന്ന് ചെറുതാണ് ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അല്ലാ, നിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അല്ലാ. എന്റെ നമസ്കാരം എങ്ങാനും നീണ്ടുപോയാൽ ഇവര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. എനിക്കൊരു പേടിയുമില്ല തമ്പുരാന്. എന്തിനാ ഹുബൈബ് പേടിക്കുന്നത്? അല്ലാഹ് നിന്നെ കാണാ, നിന്റെ അടുക്കൽ വരുന്നതിന് ഞാൻ എന്തിനാ തമ്പുരാനെ പേടിക്കുന്നത്? പെട്ടെന്ന് സലാം വീട്ടി. അതാ ഹുബൈബ് തങ്ങൾ കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി നിന്നു. തന്റെ കഴുത്തിലേക്ക് കയറ് മുറുകുകയാണ്. ഹുബൈബ് തങ്ങൾ തൂക്കുമരത്തിൽ കിടന്ന് പിടയുകയാണ്. മരണപ്രാടത്തിൽ കിടന്ന് പിടയുമ്പോ താഴെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാ. ഒരു ജീവൻ കിടന്നിട്ട് അല്ലാഹുവേ പിടയുമ്പോ തൂക്കുകയറിൽ കിടന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മരണപ്രാടത്തിൽ പിടയുന്നത് കണ്ടപ്പോ താഴെ നിന്ന കൂട്ടുകാർ മുഴുവനും കൈകൊട്ടിയിട്ട് ചിരിക്കുകയാണ്. അവരാഘോഷിക്കുകയാണ്. അല്ലാഹുവേ, ആ സമയത്ത് മലക്കുകൾ ചോദിക്കുന്നു, ഹുബൈബേ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ നീ വിഷമിക്കുന്നത്? ഹുബൈബേ, കരയല്ലേ. സ്വർഗത്തിന്റെ മലക്കുകള് സ്വർഗത്തിലെ പട്ടുവസ്ത്രം കയ്യിൽ വെച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നത് കണ്ടോ? ഇത് നിന്നെ കൊണ്ടുപോകാനാണ് ഹുബൈബേ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അവിടുന്ന് സമാധാനിപ്പിക്കുകയാ. മലക്കുകൾ അവിടുന്ന് സമാധാനിപ്പിക്കുകയാ. 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ കടയുടെ ഷട്ടിട്ടിട്ട് പള്ളിയിലേക്ക് ഓടുന്ന സഹോദരാ, നീ ആരെന്നറിയുവോടാ? നീ സാധാരണ ഒരു മനുഷ്യനല്ല. നീ സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. നീ ജനങ്ങളെ പോലെ, ഇവിടെ കാണുന്നവരെ പോലെ ഒരു സാധാരണ പെണ്ണല്ല. നിനക്കൊരു മഹത്വമുണ്ട്, നിനക്കൊരു സ്ഥാനമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മലക്കുകൾ റൂഹ് പിടിക്കുകയാണ്. കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് എല്ലാവരും നിന്റെ കൈകാലുകൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതാ അവസാന സമയം മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ ചെവിയിൽ പറഞ്ഞു തരികയാ, പറമോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോനെ, വാപ്പ വേണ്ടടാ, ഉമ്മ വേണ്ടടാ, ഭാര്യ വേണ്ടടാ, മക്കളോ, കൂടപ്പുറപ്പോ, കൂട്ടുകാരോ, കുടുംബക്കാരോ, ഒരാളുടെയും ആവശ്യം നിനക്കില്ല ഉമ്മ. കാരണം നീ ആരാ? നിന്റെ മക്കളുടെ ഭാര്യമാര്, നിന്റെ പെമ്മക്കള്. പടച്ചവരെ, മഗ്‌രിബ് നമസ്കരിക്കാതെ വീടിന്റെ അകത്തിരുന്ന് സീരിയല് കണ്ടപ്പോ അതേ വീടിന്റെ റൂമിന്റെ അകത്ത് നിസ്കാരപ്പായിൽ നിന്ന് നിസ്കരിച്ച മഹദിയാ, നിനക്കവരല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരേണ്ടത്. ഈ നിസ്കരിക്കാത്തവളുമാരല്ല, അല്ലാഹനെ ധിക്കരിച്ച് നടക്കുന്നവരല്ല. ആരാ പറഞ്ഞു തരേണ്ടത്? നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കിനെ നീ പേടിക്കണ്ട. ആ മലക്ക് പറഞ്ഞു തരും. ഇത് പറഞ്ഞ സ്വർഗമാ, ഇത് പറഞ്ഞ സ്വർഗമാ. ഒന്ന് പറയടാ പൊന്നുമോനെ, ലാ ഇലാഹ
ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ നിന്റെ റൂഹ് പിടിക്കുന്ന മലക്ക് പറഞ്ഞു തരും ചെറുപ്പക്കാരാ. നിസ്കരിച്ചാ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലമോ, മൂന്നാമത്തെ പ്രതിഫലമോ, നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഹുബൈബ് തങ്ങളോട് പറഞ്ഞു, പറ ഹുബൈബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞു. അല്ലാഹു ചെല്ലുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയോ? കാവല് നിൽക്കുന്ന ശത്രുക്കളുടെ നടുവിലേക്ക് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ. ഒരു സുന്ദരിയായ പെണ്ണ് ഓടുകയാണ്, ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് ശത്രുക്കളോട് ചോദിക്കുകയാ, ആരാ ഹുബൈബിന്റെ തല എനിക്കൊന്ന് വെട്ടിത്തരുന്നത്? ആരാണ് ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നത്? ശത്രുക്കള് ചോദിക്കുന്നു, പെണ്ണേ, ചത്തു കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? ഈ ചത്തു കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പെണ്ണ് പറയുമ്പോ ഊരിപ്പിടിച്ച വാളുമായിട്ട് ശത്രുക്കള് പരക്കമ്പ സംഭവിച്ചതെന്നറിയില്ല. അവസാനം മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് തങ്ങളുടെ ജനാസ കടന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ഹുബൈബ് തങ്ങളെ കാണുന്നില്ല, ജനാസ കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടില്ല ഹദ്റത്ത് റസൂലില്ലാഹ് ചാരത്തേക്ക് ഓടി നടന്നത് മുഴുവനും പറഞ്ഞു. മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞികെടുത്ത് വെച്ചു, ശരീരത്തിന്റെ ഭാഗങ്ങളിൽ പഞ്ഞി വെച്ചു. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമല്ലോ. അഞ്ചങ്ങാടിയിലെ പള്ളിക്കകത്ത് നിന്റെ ജനാസ കൊണ്ടുവെക്കുമ്പോ ഇവിടത്തെ പള്ളിയൊന്നും തികയില്ലടാ. അല്ലാഹുവേ, നിന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവരുമ്പോ അല്ലാഹുവേ, 5 നേരം നിസ്കരിച്ച വാപ്പാ, 5 നേരം നിസ്കരിച്ച പെങ്ങന്മാരെ, ഈ അഞ്ചങ്ങാടിയിലെ പള്ളി തികയൂല. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുന്നത് കൊണ്ടല്ല, എംപിയോ MLAയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരോ ഏതെങ്കിലും പഞ്ചായത്തിന്റെ പ്രസിഡന്റോ ഒരു വാർഡ് മെമ്പർ വരുന്നത് കൊണ്ടല്ല. പിന്നെ ആരാ വരുന്നതെന്നറിയോ? നിന്റെ മയ്യത്ത് കബറടക്കാ. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പടച്ചവനെ അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ നിന്നെ കബറടക്കാൻ വരുമടാ ചെറുപ്പക്കാരാ. അതിനാടാ മരണമെന്ന് പറയുന്നത്, അതിനാടാ മരണമെന്ന് പറയുന്നത്. വമിനന്നാസി മയ്യസിരീ നഫ്സഹു ബുതിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മരിച്ചാൽ അങ്ങനെ മരിക്കണമടാ. എന്താണടാ ഇതിനെക്കാളും നിനക്ക് പ്രതിഫലം വേണ്ടത്? അല്ലാഹു തരുന്ന 5ാമത്തെ പ്രതിഫലമെന്ത്? അല്ലാഹു തരുന്ന 5ാമത്തെ പ്രതിഫലമെന്ത്? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ചിട്ട് ലോകത്തിന്റെ നേതാവിന്റെ ചാരത്ത് കടന്നു ചെന്നിട്ട്, മുത്തുനബിയേ, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ വരണം നബിയേ, നിസ്കരിച്ചാ കൊണ്ടുപോകാമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ. താനബിയേ, കിടക്കാനുള്ള പാസ് താനബിയേ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സുന്നത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലിയ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? നാളെ മുത്തുനബിയുടെ കൂട്ടുകാരനാകാൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരായി സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി അവിടെന്ന് പറയുന്നു, സ്വഹാബാ, എന്റെ പേരിൽ ആരെങ്കിലും അധികമായിട്ട് സ്വലാത്ത് പറഞ്ഞാൽ, എന്റെ പേരിൽ ആരെങ്കിലും അധികമായിട്ട് സ്വലാത്ത് പറഞ്ഞാ അവൻ നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ കൂട്ടുകാരനായി സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ നമ്മത്തുണ്ട്, തിന്നാ വയറ് നിറയുന്നില്ല, നല്ല മനോഹരമായ വീടുണ്ട്, കിടന്നാൽ ഉറക്കം വരുന്നില്ല, സുന്ദരിയായ ഭാര്യ കൂടെയുണ്ട്, തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല, 3-4 മക്കളുണ്ട്, കണ്ണിന് കുളിർമയാകുന്നില്ല, എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നുമില്ല, സമാധാനമില്ലാതെ ടെൻഷൻ അടിച്ച് നടക്കുന്ന മനുഷ്യ, നിനക്ക് സമാധാനം വേണോ? നിന്റെ ടെൻഷൻ മാറണോ? പറഞ്ഞോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി പറയുകയാ, എന്റെ പേരിൽ ആരെങ്കിലും സ്വലാത്തുകൾ പറഞ്ഞാൽ അവന്റെ ടെൻഷൻ മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, 2 വയുഗ്ഫിറു ദംബക, പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സ്വലാത്ത് പറഞ്ഞാ പാപം പൊറുക്കുമടാ ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളെ, സ്വലാത്ത് പറഞ്ഞാ പാപം പൊറുക്കും പെണ്ണേ. തമാശയ്ക്ക് പറഞ്ഞാൽ, കളിയാക്കി പറഞ്ഞാൽ, ഏതൊരു കാര്യവും അല്ലാഹു സ്വീകരിക്കുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നമസ്കരിക്കുമ്പോ 4 പേര് കാണണം, ഞാൻ വലിയ നമസ്കാരക്കാരനാണെന്ന് പറയണം എന്ന് കരുതിയിട്ട് ഞാൻ നിസ്കരിച്ചാ ഞാൻ നരകത്തിലാ, പ്രതിഫലമില്ല. ഞാൻ ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുമ്പോ ഈ വന്നവര് മുഴുവനും സിറാജുദ്ദീൻ കാസിമി വലിയ പ്രഭാഷകനാണ് എന്ന് കരുതണമെന്ന് കരുതിയിട്ട് 1% എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ 2 മണിക്കൂറത്തെ അലപ്പ് കൊണ്ട് എനിക്കൊന്നും കിട്ടൂല, എനിക്കൊരു നേട്ടവുമില്ല. ഖുർആൻ ഓതുകയാണ്, കേൾക്കുന്നവർ മുഴുവനും നല്ല മനോഹരമായ ശൈലി എന്ന് പറയണമെന്ന് കരുതിയിട്ട് ഞാൻ ഖുർആൻ ഓതിയാ എനിക്ക് പ്രതിഫലമില്ല. പക്ഷേ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ കേൾക്കാൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് അല്ലാഹു പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ഈ ഒരുമിച്ച് കൂടിയവർക്കൊരു സമ്മാനം പറഞ്ഞു തരാ കഴിയുമോ? നിങ്ങൾക്കാർക്കെങ്കിലും കഴിയുമോ? ഒരു 10 സ്വലാത്ത് പറയാൻ കഴിയുമോ? നിങ്ങൾ ലക്ഷങ്ങൾ പറയണ്ട, 10,000 പറയണ്ട. അല്ലാഹുവേ, 1000 500 100 50 പറയണമെന്ന് പറയുന്നില്ല. ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് മുത്തുനബിയുടെ പേരിൽ ഒരു 10 സ്വലാത്ത് പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? നിയ്യത്ത് ചെയ്യാൻ കഴിയുമോ? ഒന്ന് നിയ്യത്ത് വെക്കാൻ പറ്റുമോ? അല്ല തരുന്ന പ്രതിഫലം പറഞ്ഞു തരട്ടെ, അല്ല തരുന്ന 5 പ്രതിഫലം പറഞ്ഞു തരട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു 10 സ്വലാത്ത് ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് ഓർമ്മയുള്ള കാലത്തോളം, മരിക്കുന്ന കാലത്തോളം ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയോ ഇൻഷാ അല്ലാഹ്. കൈവക്ക്, ഞാൻ പ്രതിഫലം പറയും. ഇനി രണ്ടാമതൊരു പറച്ചലില്ല, രണ്ടാമതൊരു പൊക്കലില്ല, കഴിഞ്ഞു. ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന 5 പ്രതിഫലം പറഞ്ഞ് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഈ കൈപൊക്കിയവർക്കാണ് അല്ലാഹു തരുന്ന പ്രതിഫലം. ഈ കൈപൊക്കിയവർക്ക് പടച്ചറബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് എല്ലാവരുടെയും റൂഹ് പിടിക്കുന്ന മലക്കുണ്ടല്ലോ, നീ പേടിക്കുകയാണ്. ആ മലക്കിന്റെ പേര് പറയുന്നത് നിനക്ക് പേടിയാണ്. മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, ഒരു കാര്യം പറയാമെന്നതാ നബിയേ, ഒരു കാര്യം പറയാമെന്നതാണ് നബിയേ. എന്റെ അസുറായിലേ, എന്റെ അസുറായിലേ. യാ റസൂലല്ലാഹ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങയുടെ പേരിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു 10 പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ അവന്റെ മരണം എങ്ങനെയാണെന്നറിയുമോ? ഈ കൈപൊക്കിയവരുടെ മരണം എങ്ങനെയാണ് പറയുന്നത്? അസുറായിൽ എന്ന് പറയുന്ന മലക്കാട്, നമ്മുടെ റൂഹ് പിടിക്കുന്ന മലക്കാട്. അവിടെന്ന് പറഞ്ഞു നബിയേ, അതാ അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ റൂഹ് എങ്ങനെയാണ് പിടിക്കുന്നതെന്നറിയുമോ? അന അകുബിലു റൂഹഹു കമാ അകുബിലുൽ അർവാഹുൽ അംബിയാ. അമ്പിയാക്കന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ സാധാരണ ആൾക്കാരുടെ റൂഹ് പിടിക്കുന്നത് പോലെയല്ല. നീ മയ്യത്ത് കണ്ടിട്ടുണ്ടല്ലോ, കണ്ണ് രണ്ടും തെള്ളിയിട്ട് മുഖത്തതാ കറുക്കുകയാണ്, മുഖമിങ്ങ് കറുക്കുകയാണ്, കണ്ണ് തെള്ളുകയാണ്, വായിലൂടെ പതയും നൊരയും ഒലിക്കുകയാണ്. മൃഗങ്ങളെ അറുക്കുന്ന സമയത്ത് കടന്ന് വിളിക്കുന്നത് പോലെ മുക്രയിടുകയാണ്, മലമൂത്ര വിസർജനം നടത്തുകയാണ്, മയ്യത്ത് കാണാൻ പോകുന്നവരെ പീഡിപ്പിക്കുകയാണ്. അങ്ങനെയല്ല മരണം, അങ്ങനെയല്ല മരണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുമെന്ന് തീരുമാനിച്ച ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരും വാപ്പാ. എണ്ണയിൽ നിന്ന് നൂലെടുക്കുന്നത് പോലെ ആദം നബിയുടെയും നൂഹ് നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും ഇബ്രാഹിം നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും ദാവൂദ് നബിയും സുലൈമാൻ നബിയും ഈസാ നബിയും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങൾ പ്രവാചകന്മാർ അവരുടെ റൂഹ് പിടിച്ചതുപോലെ അല്ലാഹു നിന്റെ റൂഹ് പിടിക്കും സഹോദരാ. മലക്കുൽ മൗത്ത് പറയുകയാ, പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ വേദനിപ്പിക്കാതെ പിടിക്കും നബിയേ. കാരണം അവൻ അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവനാ. അവിടുന്ന് രണ്ടാമത് വന്ന മലക്കാരാ, ഇടി മഴ കാറ്റ് മീകായിൽ അലൈഹിസ്സലാം. ആ മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എനിക്കും പറയണം നബിയേ, എനിക്കും പറയണം നബിയേ. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവനെ എനിക്കും ഇഷ്ടമാണ് നബിയേ. അവനെ ഞാനും സ്നേഹിക്കുന്നു നബിയേ, അവനെ ഞാനും സ്നേഹിക്കുന്നു നബിയേ. എന്തേ പ്രതിഫലമെന്നറിയുമോ? നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ കോടതിയിൽ പോകുമ്പോ അന്നൊരേ ഒരു തണലേ ഉള്ളൂ, അത് അല്ലാഹുവിന്റെ അർശിന്റെ തണലാണ്. അത് അല്ലാഹുവിന്റെ അർശിന്റെ തണലാണ്. പിന്നെ ഒരേ ഒരു കിണറേ ഉള്ളൂ, ഒരേ ഒരു കിണറ്റിലെ വെള്ളമുള്ളൂ. അത് ഏത് കിണറെന്നറിയോ? ഇന്നാ അഅതൈനാകൽ കൗസർ. അല്ലാഹുവേ, ഹൗദുൽ കൗസർ എന്ന് പറയുന്ന കിണറുണ്ടല്ലോ, അവിടെ അല്ലാതെ വേറെ വെള്ളമില്ലല്ലോ. കുടിച്ചാ പിന്നെ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളമല്ലേ. അല്ലാഹുവിന്റെ റസൂലിനോട് മീകായിൽ എന്ന മലക്ക് പറയുകയാ, ഖബറിന്റെ അകത്ത് വർഷങ്ങളോളം കിടന്നിട്ട് നാളെ തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന റബ്ബിന്റെ കോടതിയില് സലാത്ത് പറഞ്ഞ പെണ്ണ് വരുമ്പോ, സലാത്ത് പറഞ്ഞ സഹോദരൻ വരുമ്പോ, അന അസ്ഖീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്, ഞാൻ കൊടുക്കും നബിയേ. ഹൗലുൽ കൗസറിലെ വെള്ളം ഞാൻ കൊടുക്കും നബിയേ. അവിടുത്തെ വെള്ളം ഞാൻ കുടിപ്പിക്കും നബിയേ.
സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലവാ. മൂന്നാമത് വന്ന മലക്കാരാ ഇസ്റാഫീൽ അലൈഹിസ്സലാം. ഇസ്റാഫീൽ എന്ന മലക്ക് എന്തേ ചെയ്യുന്നതെന്നറിയോ? ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ നിന്റെ വാപ്പ നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോകും. കണ്ട പരിചയം കാണിക്കൂല. നൊന്ത് പ്രസവിച്ച ഉമ്മ നിന്നെ സഹായിക്കില്ല. മക്കള് തിരിഞ്ഞു നോക്കൂല. എല്ലാവരും അവരവരുടെ കാര്യമാണ്. ആ ദിവസം അല്ലാഹുവിന്റെ കോടതിയിൽ മുന്നിൽ ഒരു മലക്ക് സുജൂദിൽ കിടക്കുകയാ. അവിടുന്ന് അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫഉ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ഈ മലക്ക് റബ്ബിന്റെ മുന്നിൽ കിടന്ന് കരയുകയാ. എഴുന്നേക്ക് ഇസ്രാഫീലേ, നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്? ഇല്ല റബ്ബേ, ഇല്ല റബ്ബേ, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ഈ മനുഷ്യര് നീ പുറത്തു കൊടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല അല്ലാ. നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ കിടക്കുകയാ. ആർക്കാ പെങ്ങള്? നീ നൊന്ത് പ്രസവിച്ച മക്കള് തിരിഞ്ഞു നോക്കാത്ത ദിവസം മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞ നിനക്ക് വേണ്ടി നിന്റെ പാപം അല്ലാഹു പുറത്തു തരുന്നതിന് വേണ്ടി ഇസ്റാഫീൽ എന്ന മലക്ക് സുജൂദിൽ കിടന്ന് കരയുമെന്ന് ചരിത്രം പറയുമ്പോ നാലാമത് വരുന്ന മലക്കാരാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്തേ പ്രതിഫലമെന്തേ? സ്വർഗത്തിലേക്ക് കടക്കാൻ ആകെയുള്ള പാലം ഒന്നേ ഉള്ളൂ. സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വഴിയേ ഉള്ളൂ. അത് നരകത്തിന്റെ മുകളിലൂടെ പടച്ച റബ്ബ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ. അസ്സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള, വല്ലാത്ത നേർമയുള്ള, വല്ലാത്ത ഇരുളുള്ള, വല്ലാത്ത വഴുവഴുപ്പുള്ള, ഒരുപാട് കൊല്ലത്തെ നീളമുള്ള സിറാത്ത് എന്ന പാലം കടക്കാതെ ഒരു മനുഷ്യനും സ്വർഗത്തിലെത്താൻ കഴിയില്ല. ആ പാലത്തിന്റെ മുകളിലേക്ക് കേറാ നാളെ സിറാത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ അന്ന ആഖിരിൻ ബിയദിഹി വയമുറു അല സിറാത്ത്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വരികയാ. ആരെ തേടിയെന്നറിയുവോ? ആരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനെന്നറിയുവോ? പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ, ഇവിടെ സ്വലാത്ത് പറഞ്ഞ, ഇവിടെ സ്വലാത്ത് പറയാ തീരുമാനിച്ച നിങ്ങളുടെ കയ്യിൽ പിടിച്ച സ്വർഗത്തിൽ കൊണ്ടുപോകാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, സ്വലാത്തിന്റെ മഹത്വവാ, സ്വലാത്തിന്റെ മഹത്വവാ. അതുകൊണ്ട് ഒരു മടിയും കാണിക്കരുത്, ഒരു മടിയും കാണിക്കരുത്. മുത്തുനബിയുടെ പേര് മുഹമ്മദ് എന്ന പേര് കേട്ടാ അറിയാതെ പറയണം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് നിന്റെ നാവിന്റെ തുമ്പിലേക്ക് വരട്ടെ. ഒരു ചരിത്രം കൂടെ പറയട്ടെ, ഒരു ചരിത്രം കൂടെ പറയട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിൽ ഹജ്ജിന് പോയതാണ്. കഅബാലയത്തിൽ തവാഫ് ചെയ്യുകയാ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് 7 പ്രാവശ്യം നടക്കണമല്ലോ. ആ തവാഫ് നടത്തുമ്പോ ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ നടന്നു പോകുന്നുണ്ട്. എന്തേ പറയുന്നതെന്നറിയുമോ? മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറയുകയാ. ദുആ ചെയ്യുന്നില്ല, സ്വലാത്ത് അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. 7 തവാഫിലും സ്വലാത്ത് മാത്രമേ പറയുന്നുള്ളൂ. തവാഫ് കഴിഞ്ഞപ്പോ ഹസൻ ബസ്രി തങ്ങൾ ചോദിച്ചു, മോനെ ഒരുപാട് ദുആ ഉണ്ടല്ലോ തവാഫിന്റെ വേളയിൽ പറയാ. ഖുർആനിൽ ഒരുപാട്
ഒരുപാട് സൂറത്തുകളുണ്ടല്ലോ, ഖുർആനിലെ ആയത്തുകളുണ്ടല്ലോ, ഖുർആൻ പറഞ്ഞ ദുആ ഉണ്ടല്ലോ, ചില പ്രത്യേകമായിട്ട് ദിക്റുകളുണ്ടല്ലോ. ഇതൊന്നും പറയാതെ തവാഫ് മുഴുവനും സ്വലാത്ത് പറഞ്ഞതിന്റെ കാരണമെന്താ? ഹസൻ ബസരി തങ്ങളെ സ്വലാത്തല്ലാതെ വേറെ എന്തു പറയാരാ? സ്വലാത്തല്ലാതെ വേറെ എന്തു പറയാരാ? ഹസൻ ബസരി തങ്ങൾ ചോദിച്ചു, കാരണമെന്ത്? തങ്ങളെ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വരുമ്പോ എന്റെ വാപ്പ എന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ വാപ്പയും ഹജ്ജിന് കൂടെ ഉണ്ടായിരുന്നു. പടച്ചവനെ, അങ്ങനെ നാട്ടിൽ നിന്ന് യാത്ര തുടങ്ങി പകുതിയിലെത്തിയപ്പോ എന്റെ വാപ്പാന് രോഗം വന്നു. എന്റെ ഉപ്പ വല്ലാതെ രോഗിയായി, യാത്ര ചെയ്യാൻ കഴിയാതെ വന്നു. എല്ലാവരും ഒരു ദിവസം അവിടെ നിന്നു. വാപ്പാടെ രോഗം മാറുന്നില്ല. പകുതി ആൾക്കാർ യാത്ര തുടങ്ങി, പകുതി പേര് ഞങ്ങളുടെ കൂടെ നിന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം കൂടുകയാണ്. ഓരോരുത്തരായി മക്കത്ത് പോവുകയാണ്. അവസാനം എല്ലാവരും പോയി, ഞാനും എന്റെ വാപ്പയും ഒറ്റയ്ക്കായി. ആരും സഹായിക്കാനില്ലാത്ത സ്ഥലമാണ്. അവസാനം എന്റെ വാപ്പയുടെ രോഗം കൂടി, എന്റെ വാപ്പ മരണപ്പെട്ടു. തങ്ങള്, എന്റെ വാപ്പ എവിടെന്ന് മരണപ്പെട്ടു. മരിച്ചു കഴിഞ്ഞപ്പോ എന്റെ വാപ്പാടെ രൂപം മാറുകയാ, മുഖമൊക്കെ കറുക്കുകയാ, മുഖമങ്ങ് വികൃതമാവുകയാ, കണ്ടാ പേടി തോന്നുകയാ. പടച്ചവനെ, കരയാൻ തുടങ്ങി. വാപ്പാടെ മുഖമൊക്കെ മാറി, മയ്യത്ത് നോക്കുന്നവർക്ക് പേടിയാകുന്ന രൂപമായി. പടച്ചവനെ, അവിടെ കിടന്നു മകൻ കരയുന്നു. നാഥാ, ഇന്റുപ്പാടെ മുഖം കാണാൻ ജനങ്ങൾ പേടിക്കുമല്ലോ. എന്തു മറുപടിയാണ് പറയുന്നത്? വാപ്പാടെ മയ്യത്തിന്റെ ചാരത്ത് കിടന്ന് കരഞ്ഞ് കരഞ്ഞ് തളർന്നു വീണു. അവിടെ കിടന്നുറങ്ങുമ്പോ ആരാ വരുന്നതെന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വപ്നത്തിൽ വരികയാണ്. മരിച്ചു കിടക്കുന്ന വാപ്പാടെ മുഖത്ത് മുത്തുനബി കൈകൊണ്ട് തടകുമ്പോ മുഖമങ്ങ് പ്രകാശിക്കുകയാ. അല്ലാഹുവേ, തന്റെ വാപ്പാടെ മുഖത്തങ്ങ് പ്രകാശം വരികയാ. ആ പൊന്നുമകൻ ചോദിക്കുന്നു, നബിയേ, എന്റെ വാപ്പയുടെ മുഖം ഇങ്ങനെയാകാ കാരണമെന്തേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ അവിടെന്ന് മുത്തുനബി പറഞ്ഞു, മോനെ, നിന്റെ വാപ്പ ഒരുപാട് പാപം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. നിന്റെ വാപ്പ ഒരുപാട് പാപം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ നിന്റെ വാപ്പ എന്റെ പേരില് സ്വലാത്ത് പറയുന്ന മനുഷ്യനാ. നിന്റെ വാപ്പ എല്ലാ ദിവസവും എന്റെ പേരില് സ്വലാത്ത് പറയുന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ വാപ്പയ്ക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതെന്ന് മുത്തുനബി സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തെന്ന് ഹസൻ ബസരി തങ്ങളോട് ആ വാപ്പയുടെ പൊന്നുമകന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, എന്തേ സഹോദരാ, എന്തേ സഹോദരാ, ഇവിടൊക്കെ ഓരോ ആൾക്കാരും മരിച്ചു കിടന്നപ്പോ ചിരിച്ചത് വെറുതെയല്ലായിരുന്നു. അവരുടെ മുഖത്തെ പ്രകാശം അത് മുത്തുനബിയെ സ്നേഹിച്ചതിന്റെ പ്രകാശമാ, അത് സ്വലാത്ത് പറഞ്ഞതിന്റെ പ്രതിഫലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു മടിയും വേണ്ട. എതിർക്കേണ്ടവർ എതിർക്കട്ടെ, കളിയാക്കേണ്ടവർ കളിയാക്കട്ടെ. നിങ്ങൾ ഒരിക്കലും പതരരുത്. എവിടെ സ്വലാത്തിന്റെ മജ്‌ലിസ് ഉണ്ടെങ്കിലും പോകണേ. നിങ്ങൾ സ്വലാത്തിനെ സ്നേഹിക്കണേ, നിങ്ങൾ സ്വലാത്ത് പറയണേ, നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിക്കണേ. അത് മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ അടയാളമാ, അത് മുത്തുനബിയോടുള്ള മഹബ്ബത്തിന്റെ അടയാളമാ. അത് മറ്റുള്ളവർക്ക് പറഞ്ഞാ തിരിയൂല, അത് സാധാരണ പുരുത്തന് പറഞ്ഞാ തിരിയൂല. അത് തിരിയണമെങ്കിൽ ഈമാ വേണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പൊന്നാര സഹോദരങ്ങളോട് സ്നേഹം കൊണ്ട് പറയുകയാ, മുത്തുനബിയുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചോ.
നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.